കരിയർ അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബാങ്കിങ് സെക്ടറിലുള്ള ഒരു വേക്കൻസിയെ പറ്റിയാണ് പറയുന്നത്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ക്രെഡിറ്റ് ഓഫീസേഴ്സിൻ്റെ 1000 വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 20 ഇതിൻ്റെ അവസാന തീയതി. ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷനുള്ളവർക്ക് ഇത് അപേക്ഷിക്കാവുന്നതാണ്. പ്രായം 30 വയസ്സിന് താഴെ. ഒരു ബാങ്ക് ജോലിയിൽ ഓഫീസറായി കിട്ടുന്നതിനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട്. ഇതിൻ്റെ ബാങ്കിങ് സെക്ടറിലുള്ള മിക്കവാറും എല്ലാ തിരഞ്ഞെടുപ്പുകളും കമ്പ്യൂട്ടേഴ്സ് ബേസ്ഡ് ടെസ്റ്റിന് ശേഷം ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും അതിനുശേഷം ഇൻ്റർവ്യൂവും നടക്കുന്നതായിരിക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നെനിക്ക് പ്രതീക്ഷിക്കുന്നു. സാധാരണ പതിവുള്ളതുപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ ഇംഗ്ലീഷിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ജനറൽ അവയർനെസ്സും ജനറൽ ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും അടക്കമുള്ള മേഖലകളിൽ നിന്നും ക്വസ്റ്റ്യനുകൾ വരും. ഈ എക്സാമിനേഷൻ കേന്ദ്രങ്ങൾ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും 2-3 എക്സാമിനേഷൻ സെൻ്ററുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻ്റായ പ്രദേശത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ക്രെഡിറ്റ് ഓഫീസേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സെലക്റ്റഡ് ആൾക്കാർക്ക് ആദ്യം 1 വർഷം ഒരു ഡിപ്ലോമ കോഴ്സിന് ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമയ്ക്ക് കോഴ്സിന് നിങ്ങൾ ജോയിൻ ചെയ്യണം. അതിന് വേണ്ട ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തരും. ആകെയുള്ള ഇതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഫീസ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. 3-4 ലക്ഷം രൂപയെങ്കിലും ഇതിന് ഫീസാകും. പക്ഷേ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയ സ്ഥിതിക്ക് ഫീസ് കൊടുക്കുവാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബാങ്ക് ലോൺ തരുന്നതായിരിക്കും. 5 വർഷം ഈ ബാങ്കിൽ തുടർച്ചയായി നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ 5 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ബാങ്ക് ഈ ഫീസ് ഇനത്തിൽ ചിലവായ തുക തിരികെ ലഭിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റോടുകൂടി ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ നിങ്ങൾക്ക് ലഭിക്കുകയും ബാങ്കിൽ ഓഫീസർ ഗ്രേഡിലുള്ള ജോലി ലഭിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണിത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നമ്മളുടെ ബാങ്കിങ് സെക്ടറുകളിൽ ക്ലറിക്കൽ പോസ്റ്റിലേക്കായാലും ഓഫീസേഴ്സ് പോസ്റ്റിലേക്കായാലും വേക്കൻസി വരുമ്പോൾ എപ്പോഴും എൻട്രൻസ് ഒരു കമ്പ്യൂട്ടേഴ്സ് ബേസ്ഡ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നടക്കുന്നത്. അതിനുശേഷമുള്ള ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ പറയുന്നത് നിങ്ങളുടെ ലാംഗ്വേജ് എബിലിറ്റിയും ലെറ്റർ റൈറ്റിംഗ് എബിലിറ്റിയും മാത്രം നോക്കുന്നതാണ്. അതിനത്ര കടമ്പയാണെന്ന് തോന്നുന്നില്ല. മൂന്നാമത്തത് ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇൻ്റർവ്യൂവിനെ പറ്റി നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും സംസാരിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും സാധാരണ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് തയ്യാറാകുന്നവർ നിശ്ചയമായിട്ടും മാത്തമാറ്റിക്സ് സ്ട്രോങ് ആക്കുക, ഇംഗ്ലീഷ് സ്ട്രോങ് ആക്കുക, ഒപ്പം നിങ്ങളുടെ റീസണിങ് എബിലിറ്റിയും സ്ഥിരമായി പരിശീലിക്കുക. സ്ഥിരമായ പരിശീലനവും സ്ഥിരമായ ഉത്സാഹവും മാത്രമാണ് ഇതുപോലുള്ള ജോലികൾ ലഭിക്കുവാനുള്ള ഒരേ ഒരു എളുപ്പവഴി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ബാങ്കിങ് സെക്ടറിലെ മറ്റ് ബെനിഫിറ്റുകളെ പറ്റി ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്. വളരെയധികം ഇൻസെൻറ്റീവ് ഉള്ള ജോലിയാണ്. വളരെയധികം നല്ല സാമ്പത്തിക ഭദ്രത തരുന്ന ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിനു വേണ്ടി ശ്രമിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും മറ്റൊരു വിഷയവുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ ബൈ.